ഹലോ മക്കളെ, നിങ്ങളുടെ പരീക്ഷയിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് ഒരു ചോദ്യം 100% ഉറപ്പായിരിക്കും. ചോദ്യം എന്താ ഏകദേശം ഇങ്ങനെയായിരിക്കും വരിക. ഇത് പരീക്ഷയിൽ ഓൾറെഡി വന്ന ചോദ്യമാണ്, 2 മാർക്കിനൊക്കെയാണ് വരിക. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ട്രീ ലൈൻഡ്, ഡബിൾ സ്റ്റോറീഡ്, സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചെയ്യണം. വളരെ സിമ്പിളായിട്ട് ഈ 2 മാർക്ക് നമ്മൾ വാങ്ങിച്ചെടുക്കാം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും ഈ ചോദ്യങ്ങളും ചെയ്താൽ മതി. ഫുൾ ആ 2 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ മനസ്സിലാക്കേണ്ടത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരാൻ പോകുന്നത് എന്തോ റാൻഡം സാധനങ്ങളല്ല ആ ബ്രാക്കറ്റിൽ കാണാൻ പോകുന്നത്. ആ ബ്രാക്കറ്റിലുള്ള സാധനത്തിന് ഒരു പേരുണ്ട്. പേര് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്നാണ്. എന്താ ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്? ഫോർ എക്സാമ്പിൾ, എ സോഫ്റ്റ് സ്പോക്കൺ വുമൺ എന്ന് പറയുമ്പോൾ ഈ സോഫ്റ്റ് സ്പോക്കൺ എന്താണ്? ഈ വുമണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ? സോഫ്റ്റ് സ്പോക്കൺ ആണ്. സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗമ്യമായി സംസാരിക്കുന്ന സ്ത്രീ എന്നാണ്. അപ്പോൾ സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറഞ്ഞാൽ ഈ വുമണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. സാധാരണ നമ്മൾ അഡ്ജക്റ്റീവ് ഒരു സിംഗിൾ വേർഡ് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. സോഫ്റ്റ് അല്ലേ, എന്താണ് ആംഗ്രി, അല്ലെങ്കിൽ എന്താണ് വെരി ഫിയർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ സോഫ്റ്റ് സ്പോക്കൺ 2 വാക്കുകൾ ഉപയോഗിച്ച് 2 വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഈ വുമണിനെ ഡിസ്ക്രൈബ് ചെയ്തത് അല്ലേ? 2 വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു അഡ്ജക്റ്റീവ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുക. അത്രയുള്ള പരിപാടി. എ കൈൻഡ് ഹാർട്ടഡ് ടീച്ചർ, ദയുള്ള ഒരു അധ്യാപകൻ. കൈൻഡ് ഹാർട്ടഡ്, അപ്പോൾ അവിടെ ഒരു അഡ്ജക്റ്റീവ് ആണ് കൈൻഡ് ഹാർട്ടഡ്. പക്ഷെ 2 വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തിനാ നമ്മൾ എന്ത് വിളിക്കും? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കും. അത്രയുള്ള പരിപാടി. ഡെഫിനിഷൻ വേണം വായിച്ചു നോക്കാം. കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more വേർഡ്സ്, 2 or 2 കൂടുതലോ വേർഡ്സ് ദാറ്റ് വർക്ക് ടുഗെദർ ടു ഡിസ്ക്രൈബ് എ നൗൺ. ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 or 2 കൂടുതലോ വേർഡ്സ് വെച്ചിട്ട് അഡ്ജക്റ്റീവ് ഉണ്ടാക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുക. ഇനി ഇതിൻ്റെ തിയറി നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പരീക്ഷയിൽ ഇത് ഉപയോഗിക്കാൻ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നിങ്ങളുടെ എക്സാമിൽ ചോദിക്കാൻ പറ്റുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അതൊന്നും അതിൻ്റെ ആ വേർഡ്സ് മീനിങ് മനസ്സിലാക്കുക, അതിന് അത് ചോദ്യം ചെയ്യുക. അത്രയും ചെയ്താൽ ആ 2 മാർക്ക് വെറുതെ കിട്ടും നിങ്ങൾക്ക്. 3 കോമൺ ആയിട്ടുള്ള ഫസ്റ്റുള്ള കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് നോക്കി വെക്കുക. ഫസ്റ്റ് ഇസ് ട്രീ ലൈൻഡ്. എന്താ ട്രീ ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറേ മരങ്ങളുണ്ടെങ്കിൽ ആ റോഡിന് നമ്മൾ ട്രീ ലൈൻഡ് റോഡ് എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. ഹാവിങ് ട്രീസ് അലോങ് ബോത്ത് സൈഡ്സ്. വി വാക്ക്ഡ് അലോങ് എ ട്രീ ലൈൻഡ് റോഡ്. അപ്പോൾ ഇങ്ങനത്തെ റോഡ് കൂടെ നടക്കുമ്പോൾ നമ്മൾ പറയും വി വാക്ക്ഡ് അലോങ് എ ട്രീ ലൈൻഡ്. അപ്പുറത്തും ഇപ്പുറത്തും ലൈനായിട്ട് മരങ്ങളുണ്ടാവും. അത്രേ ഉള്ളൂ സംഭവം. ഡബിൾ സ്റ്റോറീഡ് എന്ന് പറഞ്ഞാൽ 2 നില, അത്രേ ഉള്ളൂ. ഹാവിങ് 2 ഫ്ലോർസ്. ദേ ലിവ്ഡ് ഇൻ എ ഡബിൾ സ്റ്റോറീഡ് ഹൗസ്. ഇതുപോലത്തെ ഒരു വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ ദേ ലിവ് ഇൻ എ ഡബിൾ സ്റ്റോറീഡ് ഹൗസ് എന്ന് പറയും. 2 നിലയുള്ള വീട്. സോഫ്റ്റ് സ്പോക്കൺ നമ്മൾ ഓൾറെഡി കണ്ടു. സ്പീക്കിംഗ് ജെന്റ്ലി ആൻഡ് ക്വയറ്റ്ലി, സൗമ്യമായി സംസാരിക്കുന്നത്. ഷീ ഈസ് എ സോഫ്റ്റ് സ്പോക്കൺ ടീച്ചർ. അപ്പോൾ ഈ 3 കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇനി ഇത് എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റണം. അത്രയുള്ള സംഭവം. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടായിരിക്കും വരിക ചോദ്യം. ബ്രാക്കറ്റിൽ നമ്മുടെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് കാണാൻ പറ്റും. അത് ഇവിടേക്ക് ഫില്ല് ചെയ്യാന്നാണ് നമ്മുടെ പരിപാടി. ഇൻ ഹെർ ഡാഷ് സ്റ്റുഡിയോ. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇൻ ഹെർ ഡാഷ് സ്റ്റുഡിയോ. സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അവിടെ വീട് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്, അല്ല അപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നർ എന്തായിരിക്കും വരിക? ട്രീ ലൈൻഡ് സ്റ്റുഡിയോ എന്ന് വരില്ല, ട്രീ ലൈൻ സ്ട്രീറ്റോ റോഡോ ഒക്കെ വരുള്ളൂ. ഡബിൾ സ്റ്റോറീഡ് വരാം. സോഫ്റ്റ് സ്പോക്കൺ സ്റ്റുഡിയോ വരുമോ? ഇല്ല. അപ്പോൾ ഡബിൾ സ്റ്റോറീഡ് ആണ് അവിടെ എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഡബിൾ സ്റ്റോറീഡ് ആണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞു. ദ ഡാഷ് വുമൺ. ഏത് വുമണാണ്? ട്രീ ലൈൻഡ് വുമൺ ആണോ? വുമൺ അപ്പുറത്തും മരങ്ങളായിരിക്കും ഉണ്ടാവുക. അല്ല, ദ സോഫ്റ്റ് സ്പോക്കൺ വുമൺ. ദ സോഫ്റ്റ് സ്പോക്കൺ വുമൺ ആണ് ഉപയോഗിക്കേണ്ട. പരിപാടി തീർന്നു. മിക്ക സമയത്ത് 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ 2 എണ്ണേ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുള്ളൂ. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. സിമ്പിൾ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെറ്റ് ഓഫ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് പഠിക്കാം. അപ്പോൾ അടുത്ത നമുക്ക് ആവശ്യമുള്ളത് കൈൻഡ് ഹാർട്ടഡ്, ഡബിൾ സ്റ്റോറീഡ്, ട്രീ ലൈൻഡ്. ഡബിൾ സ്റ്റോറീഡ് ട്രീ ലൈൻഡ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കൈൻഡ് ഹാർട്ടഡ് മാത്രമേ നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ളൂ. കൈൻഡ് ആൻഡ് കെയറിങ്, അത്രേ ഉള്ളൂ അല്ലേ? വളരെ സമാധാനത്തോടെ, ഭയങ്കര ദയാലുവായ ആൾ അല്ലേ? ആർ കൈൻഡ് ഹാർട്ടഡ് ടീച്ചർ ഹെൽപ്പ് ദ ചൈൽഡ്. പാവം, കൈൻഡ് ഹാർട്ടഡ്. അപ്പോൾ അതിവിടെ ഉപയോഗിക്കും. ലിറ്റിൽ ഗേൾ. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ പരീക്ഷയിൽ എളുപ്പം 2 മാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് പരീക്ഷയിലൊക്കെ വന്ന ചോദ്യം കേട്ടോ. ലിറ്റിൽ ഗേൾ എൻജോയ്ഡ് ഹെർ ഡെയിലി വാക്ക് ത്രൂ ദ ഡാഷ് സ്ട്രീറ്റ്. ട്രീ ലൈൻഡ് സ്ട്രീറ്റ് അല്ലേ? അങ്ങനെ വരുള്ളൂ. ട്രീ ലൈൻഡ് സ്ട്രീറ്റ് ടു ദ സ്കൂൾ നിയർ ബൈ വേർ ഹെർ ഡാഷ് ടീച്ചർ. ഡബിൾ സ്റ്റോറി ടീച്ചർ ആണോ കൈൻഡ് ഹാർട്ട് ടീച്ചർ ആണോ? കൈൻഡ് ഹാർട്ട് ടീച്ചർ ക്രിയേറ്റഡ് ആൻ എൻവയോൺമെന്റ്. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിലോട്ട്. ആകെയുള്ളത് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരിക, ഇതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് ഞാൻ ഇവിടെ പഠിപ്പിച്ചു തരാം. അപ്പോൾ പിന്നെ ഏത് ചോദ്യം ആരെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഇനി 2-3 പുതിയ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ആണ്. ഇവിടെ എല്ലാം കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് അല്ല,
എന്താണ് വേറെ രീതിയിലുള്ള വേർഡ്സ് ആണ്. പക്ഷേ ഇതും എക്സാമിൽ ചോദിക്കും, അതുകൊണ്ട് ഞാൻ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്, കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അപ്പോൾ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് അല്ലെങ്കിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരാമെന്നുള്ള കാര്യം മനസ്സിലാക്കാം കേട്ടോ. ക്ലീവ്ഡ് എന്ന് പറഞ്ഞാൽ കട്ട് ഓർ സ്പ്ലിറ്റ് ഇൻ ടു പാർട്സ് എന്നാണ്. ഫോർ എക്സാമ്പിൾ മരം നമ്മളിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ മരത്തിന് ക്ലീവ് ചെയ്തു എന്നാണ് പറയുക. ദ മാൻ ക്ലീവ് ദ വുഡ് ഇൻ ടു അല്ല ഇൻ ടു. അറ്റ് എ സ്നെയിൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസ് ആണ്. ബേസിക്കലി ഒരു സ്നെയിലിൻ്റെ എന്താണ് സ്പീഡിൽ, പേസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നാണ്. ബേസിക്കലി വളരെ സ്ലോയിൽ ആണെങ്കിൽ നമ്മൾ സ്നെയിൽ സ്പേസ് എന്നാണ് പറയുക. ട്രാഫിക് മൂവ്ഡ് അറ്റ് എ സ്നെയിൽ സ്പേസ്. ട്രാഫിക് ബേസിക്കലി വളരെ സ്ലോയിലായിരുന്നു മൂവ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ട്രാഫിക് മൂവ്ഡ് അറ്റ് എ സ്നെയിൽ സ്പേസ് എന്നാണ്. ക്രാംഡ് എന്ന് പറഞ്ഞാൽ കുത്തി നിറച്ചിരിക്കുക, കംപ്ലീറ്റ്ലി ഫിൽഡ്. ദ ബാഗ് വാസ് ക്രാംഡ് വിത്ത് ബുക്സ്. ബുക്ക് വെച്ചിട്ട് കുത്തി നിറച്ചിരിക്കുകയായിരിക്കും എന്നാണ് ക്രാംഡിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ബേസിക്കായി മനസ്സിലായി സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചുള്ളൊരു ചോദ്യം ട്രൈ ചെയ്ത് നോക്കാം. ഇത് പരീക്ഷ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി. ദ ബോയ്സ് ബാഗ് വാസ് ഡാഷ് വിത്ത് സോ മെനി ബുക്സ്. കുത്തി നിറച്ചിരിക്കുകയായിരുന്നു അല്ലേ, ക്രാംഡ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ക്രാംഡ് വിത്ത് സോ മെനി ബുക്സ് ദാറ്റ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു ക്യാരി. ഹെൻസ് ഹി ഡ്രാഗ്ഡ് ഹിംസെൽഫ് ഡാഷ് ടു റീച്ച് ദ സ്കൂൾ. അറ്റ് എ സ്പേസ് ആണോ ക്ലീവ്ഡ് എന്നാണ് വരിക, സ്നെയിൽ സ്പേസ് എന്നാണ് വരിക. സിമ്പിൾ, മെല്ലെ മെല്ലെ അല്ലേ എന്താണ് അവിടെ എത്തേണ്ടി വന്നു, സ്കൂളിലേക്ക് മെല്ലെ മെല്ലെ നടന്ന് എത്തേണ്ടി വന്നു. സിമ്പിൾ പരിപാടി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് ഒരു ചോദ്യം കുറച്ചും കൂടി അധികം കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത് കൂടി ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയിൽ എന്ത് വന്നാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. സിമ്പിളാണ്. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ട്രൈ ചെയ്തു. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 1 2 3 4 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. 5 എണ്ണം ഫില്ല് ചെയ്യണം. 5 എണ്ണം ഫില്ല് ചെയ്യണോ? 1 2 3 4 5 ഫില്ല് ചെയ്യണം. 5 ഫില്ല് ചെയ്യണം. ട്രൈ ചെയ്തു. A dash girl lived in a small house. സ്മോൾ ഡാഷ് ഹൗസ് എന്തായിരിക്കും? എന്തായാലും ഡബിൾ സ്റ്റോറി ആയിരിക്കും. കൂടുതലൊന്നും ആലോചിക്കേണ്ട. ട്രീ ലാൻഡ് ഒരിക്കലും അവർ ട്രീ ലാൻഡ് എന്ന് പറഞ്ഞാൽ മരമുള്ള വീടെന്നല്ല. ട്രീ ലാൻഡ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങളുള്ള റോഡോ സ്ട്രീറ്റോ ആണ്. അപ്പോൾ അത് ഉപയോഗിക്കരുത് ഇവിടെ. ഡബിൾ സ്റ്റോറീഡ് ആണ് വരേണ്ടത്. അപ്പം ഇവിടെ ഡബിൾ സ്റ്റോറീഡ് ഉപയോഗിക്കുക. ഇവിടെ എഴുതി വെക്കുക ഡബിൾ സ്റ്റോറീഡ്. ഡാഷ് ഗേൾ എന്തായിരിക്കും വരിക? സോഫ്റ്റ് സ്പോക്കൺ ആവാം, കൈൻഡ് ഹാർട്ടഡ് ആവാം. നമുക്കിപ്പോൾ ഉറപ്പില്ലാത്ത സ്ഥിതിക്കാകുമ്പോൾ അവിടെ നിൽക്കട്ടെ. ഓൺ എ ക്വയറ്റ് ഡാഷ് സ്ട്രീറ്റ്, അത് ഉറപ്പാണ് ട്രീ ലാൻഡ് ആയിരിക്കും. അപ്പോൾ ട്രീ ലാൻഡ് ഉപയോഗിച്ചു എഴുതി വെക്കുക. ട്രീ ലൈൻഡ് സ്ട്രീറ്റ്. എവറി ഡേ ഷീ വാക്ക് ടു ദ നിയർ ബൈ ഡാഷ് സ്കൂൾ. അതെന്ത് സ്കൂളായിരിക്കും ഉണ്ടാവുക? റെഡ് ബ്രിക്ഡ് വരാം, സോഫ്റ്റ് സ്പോക്കൺ വരാം, കൈൻഡ് ഹാർട്ടഡ്. എന്തായാലും റെഡ് ബ്രിക്ഡ് ആയിരിക്കും അല്ലേ. റെഡ് ബ്രിക്സ് ഒക്കെ ഉള്ള റെഡ് ബ്രിക്ഡ് എഴുതി വെക്കുക. അവിടെ ഫുൾ എഴുതുന്നില്ല. വേർ ഷീ വാസ് ടോട്ട് ബൈ എ ഡാഷ് ടീച്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ എ സോഫ്റ്റ് സ്പോക്കൺ ടീച്ചറും കൈൻഡ് ഹാർട്ടഡ് ഗേളും ആവാം, അല്ലെങ്കിൽ കൈൻഡ് ഹാർട്ടഡ് ടീച്ചർ സോഫ്റ്റ് സ്പോക്കൺ ഗേളും ആയിരിക്കാം. പക്ഷെ കുറച്ചും കൂടി ഉചിതം ഏതാണെന്ന് ചിന്തിക്കാം അല്ലേ. ഇവിടെ കുറച്ചും കൂടി ഉചിതം എന്തായിരിക്കും? സോഫ്റ്റ് സ്പോക്കൺ ടീച്ചർ എന്ന് പറയേണ്ട ആവശ്യമില്ല. കൂടുതൽ ടീച്ചർ കൈൻഡ് ഹാർട്ടഡ് ആവാനുള്ള ചാൻസ് ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾ കൈൻഡ് ഹാർട്ടഡ് ഇടുക, സോഫ്റ്റ് സ്പോക്കൺ ഇവിടെ കൊണ്ടുണ്ടാകും. ഇത്രേ ഉള്ളൂ പരിപാടി. നേരെ തിരിച്ചിട്ടാലും കുഴപ്പമില്ല. പക്ഷെ പരീക്ഷയിൽ വരുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് തരും. ടീച്ചർ ഹു ടോട്ടർ വെരി കൈൻഡ്ലി ആൻഡ് കെയറിംഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കോണ്ടെക്സ്റ്റ് വരുമ്പോൾ അപ്പോൾ കൈൻഡ് ഹാർട്ടഡ് ആണെന്ന് മനസ്സിലാക്കാം. മനസ്സിലായി? അത്രേ ഉള്ളൂ സംഭവം. അല്ലാണ്ട് കോണ്ടെക്സ്റ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഏത് വേണം അങ്ങോട്ടും ഇടാം. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പരീക്ഷ ഇത് കാണുമ്പോൾ ഒന്നും ആലോചിക്കാനില്ല. വല്ല സ്ട്രീറ്റോ റോഡൊക്കെയാണ് ചാടിക്കയറി ട്രീ ലൈൻഡ് എന്ന് പറയുക. വല്ല ഹൗസോ സ്റ്റുഡിയോയോ അപ്പാർട്ട്മെൻറ്റോ ഫ്ലാറ്റോ ആണ് ചാടിക്കയറി ഡബിൾ സ്റ്റോറീഡ് എന്ന് പറയുക. ബാക്കി നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സംഭവം എന്നുള്ള കാര്യം. അപ്പോൾ ആ 2 മാർക്കും വാങ്ങിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഒന്ന് വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക.